ഹായ് ഹലോ മുത്തുമണികളെ. അപ്പോൾ നമ്മൾ ഇന്ന് ഇഡ്ഡലിയും ചട്നി ഉണ്ടാക്കാൻ പോവാണ്. ഒരത്ഭുതം കാണിച്ചു തരട്ടെ ഞങ്ങൾക്ക്. ഇതേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒന്നാമത് മഴ സീസൺ ആയതുകൊണ്ട് തന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് മാത്രമല്ല, എനിക്ക് ഇന്നലെ ചോറ് അരച്ച് വെക്കുന്ന ടൈമിൽ ചോറില്ലായിരുന്നേ. അതുകൊണ്ട് തന്നെ അവിലിട്ടിട്ടാണ് ഞാൻ അരി അരച്ച് വെച്ചത്. അപ്പോൾ ഒരു മിനിമം പോലും പൊങ്ങോ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. നമുക്ക് രാവിലെ തന്നെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അത് പൊങ്ങി കാണുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ ഇതാകെ എൻ്റെ റൈസ് കുക്കർ മൊത്തം മുങ്ങി ഗൈസ്. ഒരുപാട് സന്തോഷമായി എനിക്ക്. എന്നുവെച്ചാൽ എപ്പോഴൊന്നും ഇങ്ങനെ കിട്ടാറില്ല. വല്ലപ്പോഴും 1-2 പ്രാവശ്യം എനിക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നിറഞ്ഞ് കവിയണം. കള്ളൊക്കെ ഒഴിച്ച് പിന്നെ അരി അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊങ്ങി വരും. കള്ളൊഴിച്ച് ദോശ ചുടാറില്ലേ, അങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ. അല്ലെങ്കിൽ പിന്നെ അപ്പക്കാരിട്ടിട്ട് വയ്ക്കുകയാണെങ്കിലും ഇതുപോലെ പൊങ്ങി വരാറുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാണ്ട് വെറും ഉഴുന്നും ഉലുവയും അവിലും ഇട്ടിട്ടാണ് ഞാൻ അരച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ പൊങ്ങി വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ നല്ല ഹാപ്പി ആയിരുന്നു ഗൈസ്. കണ്ടോ എങ്ങനെയാന്നല്ലേ. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അരി അരച്ചിട്ട് റൈസ് കുക്കറിലാണ് വയ്ക്കാറെന്ന്. അപ്പം ഞാൻ ഇന്നലെ അരി അരച്ചപ്പോൾ പിന്നെ റൈസ് കുക്കറിൽ തന്നെ വെച്ചു. പക്ഷെ ചോറിന് പകരം ഞാൻ അവിലാണ് കൂട്ടിയത് ഗൈസ്. എല്ലാവരും ഇപ്പോൾ ചോറിട്ടിട്ട് വയ്ക്കണമെന്നില്ലല്ലോ. ഇപ്പം എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും ഇങ്ങനെ നേർച്ച ഇതില്ലേ മുത്തപ്പൻ മാല ഇട്ടിട്ട് മലയ്ക്ക് പോകാൻ നിൽക്കണവരൊക്കെ പിന്നെ തലേദിവസത്തെ ചോറ് കാര്യങ്ങളൊക്കെ കൂട്ടാത്ത അങ്ങനെ ഉണ്ടാവില്ലേ. അപ്പം അങ്ങനെയുള്ളവർക്ക് അടിപൊളി ടിപ്പാണ് കേട്ടോ. അരിയും ഉഴുന്നും ഒരിച്ചിരി ഉലുവയും അരക്കണ സമയത്ത് ചോറിന് പകരം അവലും ഇട്ടിട്ട് അരച്ചെടുത്താൽ സൂപ്പറായിട്ട് പൊന്തി വരും എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് ഗൈസ് ഞാൻ ഇന്ന് ചെയ്തേക്കുന്നത്. നിങ്ങൾ കണ്ടില്ലായിരുന്നോ? നിറഞ്ഞു മറഞ്ഞു. നമ്മൾ ഈ തണുത്ത മഴക്കാലത്തും തണുപ്പ് സമയത്തൊക്കെ പൊങ്ങിക്കിട്ടാൻ ഇച്ചിരി പാടാ. അരി അരച്ചാൽ നമ്മുടെ അരിക്കൂട്ട് ഇപ്പോൾ ദോശയൊക്കെ സോഫ്റ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഇഡ്ഡലിയൊക്കെ സോഫ്റ്റായി കിട്ടൂല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് എളുപ്പം മാർഗ്ഗമാണ് കേട്ടോ. അരി അരച്ചിട്ട് നമ്മുടെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ രാവിലേക്കുള്ള സോഫ്റ്റായിട്ടുള്ള ദോശയോ ഇഡ്ഡലിയോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിൽ അലുമിനിയത്തിൻ്റെ പാത്രമാണ് കേട്ടോ. പിന്നെ അതിൽ ആവശ്യത്തിന് എണ്ണ പുരട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക വേണ്ടേ. അറിയാലോ, അതൊന്നും ഇപ്പോൾ പറയണമെന്നൊന്നുമില്ലല്ലോ. ഒന്നാമത് എനിക്ക് വയ്യായിരുന്നു ഗൈസ്. രാവിലെ തന്നെ ഞാൻ വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചതുമല്ല. പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ ആവാം തോന്നിയിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ്. കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം വന്നു. അപ്പോൾ അത് പിന്നെ വീഡിയോയിൽ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ എനിക്ക് തീരെ വയ്യായിരുന്നു. പനിയൊക്കെ ആയിട്ട് ആകെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു രാവിലെ എഴുന്നേറ്റ് വന്നത് തന്നെ. സൺഡേ ആണ്, എല്ലാവർക്കും ലീവാണ്. അപ്പോൾ പിന്നെ എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കണമല്ലോ എന്ന് വെച്ചിട്ട് അരിയൊക്കെ അരച്ച് വെച്ചേട്ടോ. അപ്പോൾ അത് വളരെ സക്സസ്ഫുള്ളി എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ അത് പെട്ടെന്ന് വീഡിയോ എടുക്കണം തോന്നി. അങ്ങനെ കണ്ടപ്പോൾ പൊങ്ങി വന്ന് മൊത്തം ഇങ്ങനെ എന്താ പറയണ്ടേ മറിഞ്ഞില്ലേ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അത് മാത്രമല്ല, പിന്നെ കുറേ നാളായിട്ട് നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പറ്റുവാണെങ്കിൽ ഡെയിലി ഞാൻ ഇടാൻ ശ്രമിക്കാം. എങ്ങനെയാണെന്നറിയില്ല, നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാം നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. അപ്പം ഞാൻ ഇഡ്ഡലിക്ക് ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെൻ്റെ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ എനിക്ക് ഇഡ്ഡലിക്ക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകാൻ പോവാണ് ഗൈസ്.
ഫ്രിഡ്ജിൽ വെച്ചത് തന്നെ ഉറപ്പ് വരുന്നില്ല, വിചാരിച്ച മാതിരി വരുന്നില്ല. ഇതെന്നെ ഞാൻ മാവിൽ കുളിച്ച് ഗൈസ്, കുളിച്ചിരിക്കുകയാണ് ഗൈസ്. കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ ചില പോരായ്മകളൊക്കെ ഉണ്ടാവും, ചിലതൊന്നല്ല ഇമ്മണി വലിയ പോരായ്മകളൊക്കെ ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കണേ. നമ്മളെപ്പോലെയുള്ള വീട്ടമ്മമാർക്കറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ട്. രാവിലെ അരി അരച്ച് വെച്ചിട്ട് രാവിലെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരനക്കവും സംഭവിച്ചിട്ടില്ല എന്ന് കാണുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. അന്നത്തെ ദിവസേ ഡെസ്പായിരിക്കും ആൾക്കാർ. നോർമലി ഉള്ള കാര്യമാണ്. വീട്ടിൽ വേണമെങ്കിൽ അമ്മമാരോടൊക്കെ ചോദിച്ചു നോക്കിക്കോളൂ കേട്ടോ. പിന്നെ എന്നെപ്പോലെയുള്ള അമ്മമാരാണ് കാണണമെങ്കിൽ അവർക്ക് മനസ്സിലാവും ആ ഒരു ബുദ്ധിമുട്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ഒരു വിഷമമാണ് അത് പൊങ്ങി കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ അതിനുള്ള ഏറ്റവും എളുപ്പം മാർഗ്ഗമാണ് ഉഴുന്നെടുക്കുക, അരി എടുക്കുക. അതിന് പാകത്തിന് നമുക്ക് എത്രയാണോ നമ്മൾ ഒരു പാകം ഉണ്ടാവുമല്ലോ, അപ്പോൾ ഉഴുന്നെടുക്കുക. അതിന് കൂട്ടത്തിൽ ഒരു നുള്ളിൽ ഉലുവ കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ചോറിട്ട് കൊടുക്കുന്നവർക്ക് ചോറിട്ട് കൊടുക്കുക അരച്ചെടുക്കുന്ന സമയത്ത്. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരു കെമിക്കലും ചേർത്തിട്ടില്ല കേട്ടോ. ചോറിന് പകരം അവിൽ ചേർത്ത് കൊടുക്കുക, ചോറ് വേണ്ടെന്നാണ്. എന്നിട്ട് നല്ല പാകത്തിന് അരച്ച് നമ്മൾ ആ ഒരു കറക്റ്റ് അളവ് നമുക്കറിയാമല്ലോ, വെള്ളമൊക്കെ ചേർത്ത് ആ രീതിക്ക് ഉപ്പിട്ട് നല്ല കലക്കി അരച്ചെടുത്തതിന് ശേഷം നമ്മൾ റൈസ് കുക്കറിൽ അങ്ങനെ തന്നെ ഇറക്കി വെച്ചാൽ മതി ഗൈസ്. ആ ചൂടോടെ അരച്ചതിൻ്റെ ആ ചൂടോടെ നമ്മൾ പിന്നെ അതിൽ ചൂടോടെ വയ്ക്കണം കേട്ടോ. നമ്മൾ അരയ്ക്കുമ്പോൾ നല്ല അരച്ച് കഴിയുമ്പോൾ നല്ല ചൂടുണ്ടാവും മാവ്. ആ ചൂടോടെ നമ്മൾ റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ചാൽ അത്രയേ ഉള്ളൂ എന്ന് തോന്നിപ്പോയി. എല്ലാവരുടെയും വിഷമം മാറിക്കിട്ടും. അപ്പം ഞാൻ ഇതൊന്ന് ചെറുകിയെടുത്തിട്ട് വരട്ടെ കേട്ടോ. ചട്നിക്ക് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് ചെറുകിയെടുത്തിട്ട് വരട്ടെ. കണ്ടോ എൻ്റെ അടിപൊളിയായിട്ട് പൊങ്ങി വന്നിരിക്കുന്നുണ്ടോ? നല്ല എന്താ പറയണ്ടേ, പൂ പോലുള്ള ഇഡ്ഡലി എന്നൊക്കെ പരസ്യം കാണാറില്ലേ നമ്മൾ, അതുപോലെ ഉണ്ടായിരുന്നു ഗൈസ്. പാത്രം പൊളിയാത്ത അടുത്ത പ്രാവശ്യം പാത്രം പൊട്ടിയില്ല. ഒരുതാണ് നിലത്തിട്ട് ഗൈസ്, അടുത്തത് ഞാൻ നിലത്തിടാൻ പോണു ഗൈസ്. നിൽക്കൂല. ഇതെന്താ നമ്മുടെ ഇഡ്ഡലി ഗൈസ്. എടുക്കാൻ ഇച്ചിരി പാടായിരിക്കും എന്ന് വെച്ചാൽ ഒന്നാമത് അലുമിനിയത്തിൻ്റെ പാത്രം ആയതുകൊണ്ട് അതിലും പറ്റിച്ചു നമ്മളാ. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തപ്പോഴേക്കും വീണുപോയി ഗൈസ്. എന്താ സോഫ്റ്റ് എന്നെല്ലാം പറഞ്ഞാൽ എന്നാ സോഫ്റ്റാന്ന് നോക്കുക. വേണ്ട പൂ പോലത്തെ ഇഡ്ഡലി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഓരോരാൾക്ക് ഇവിടുന്ന് വായിന്ന് വെള്ളം വേണ്ട ഇഡ്ഡലി പ്രാന്തം വരാം. വാ തുറക്കൂലേ നോക്ക്. ഷേപ്പ് പോയി. പക്ഷെ പഞ്ഞി എന്നൊക്കെ പറഞ്ഞാലേ ഒന്നൊന്നര പഞ്ഞി എടുക്കാൻ വരെ പിന്നെ എടുക്കുമ്പോൾ തന്നെ സ്പൂണിൻ്റെ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത്രയും നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല സോഫ്റ്റ്. ചൂടായതുകൊണ്ട് എനിക്ക് ശരിക്കും കാണിക്കാൻ പറ്റാത്തത് വേണ്ടതാ. അതെ അത്രയും സോഫ്റ്റ്. ഇത് ഇച്ചിരി തണിയാൻ വെച്ചതാണെങ്കിൽ നല്ല ഇഷ്ടം പോലെ ഇങ്ങനെ ഇളകി വന്നേനെ കേട്ടോ. ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയേനെ. ഇതിപ്പോൾ ഞാൻ ചൂടോടെ എടുത്ത് വാങ്ങിയതുകൊണ്ടാണ്. ഇത്രയും നല്ല ഇഡ്ഡലി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഗൈസ്? പൊളി. അപ്പോൾ നമ്മുടെ നമ്മുടെ ചമ്മന്തിക്ക് ചട്നിക്ക് വേണ്ടിയിട്ട് തേങ്ങ, ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ടെ ഇപ്പം അരപ്പേം. അതെന്താന്നാ വീണേന്ന് ചോദിക്കും. അത് ഞാനൊരു ചെറിയ എന്തോ പുളിങ്കുരു അങ്ങനെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കും തോന്നുന്നു. എന്തോ എൻ്റെ ജാറ് പോകാത്ത കളിക്കും.
ഒരു നുള്ളിൽ പുളി ഇട്ടതാ വേണ്ട. പുളി ശരിക്കും ആയില്ല. സാധനം ഇച്ചിരി ഒന്ന് ലൂസ് മോഷൻ ആക്കാം നമുക്ക്. മുകളിൽ വിളിക്കണം ഗൈസ്. മുകളിൽ അപ്പോൾ ചട്നി ഇവിടെ റെഡി. ഒരു ലേശം കടുകൊന്ന് പൊട്ടിച്ച് താളിച്ചൊഴിച്ച ചട്നി ഇവിടെ റെഡി. അപ്പോൾ ബാക്കി ഉള്ളിയും കൂടി റെഡിയാക്കി എടുക്കാം നമുക്ക്. ഓക്കെ അല്ലേ? ഇതാണ് എളുപ്പവഴി. നമുക്ക് ചുരുങ്ങി വരാണ്ടിരിക്കാൻ എളുപ്പവഴി ഇതാണ്. സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി വിട്ടാൽ കണ്ട 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 ഇതാണ് ഗൈസ് എളുപ്പമാർഗ്ഗം. ഞാൻ ഫ്രണ്ട് വെച്ചിട്ടെടുത്തേക്കാണ് ഇതാണ് എളുപ്പം നമ്മൾ തോന്നുന്നു. ഇത് ഒന്നാമത്തെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഞാൻ ചോറിട്ടിട്ടല്ല വെച്ചെന്നുള്ളതാണ്. നമ്മുടെ അവിൽ ഇട്ടിട്ടാണ് ഞാൻ അരച്ചത്. അതാണ് എനിക്ക് പോലും ഇത്രയും അത്ഭുതമായി തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ചോറിട്ടിട്ടല്ല അരി അരച്ചേക്കുന്നത്, അവിലിട്ടാണ് അരച്ചേക്കുന്നത്. അവിൽ, ഉഴുന്ന്, ഉലുവ. ഒരു സെറ്റും കൂടി ആക്കിയെടുക്കണം ഗൈസ്. അപ്പോൾ വേണ്ടല്ലോ, തിന്നണ വീഡിയോ വേണ്ടല്ലോ, എന്നാലും ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ മഴക്കാലത്ത് തണുപ്പ് കാലത്തൊക്കെ ഏറ്റവും എന്താ പറയണ്ടേ, സൂപ്പറായിട്ട് നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് അരിയൊക്കെ അരച്ച് വയ്ക്കാം, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക്. ആൺകുട്ടികളാണ് കാണുന്നതെങ്കിൽ അമ്മമാരോടും കൂടി ഈ ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ. സത്യസന്ധമായിട്ട് മറുപടി പറയണം. എങ്ങനെയുണ്ട്? ശരിക്കും ഇഷ്ടമായ? സാമ്പാറില്ല ഗൈസ്, അതുകൊണ്ട് ഇന്നലത്തെ പരിപ്പറി വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കി ഗൈസ്. വീഡിയോ എടുക്കാൻ സ്കിപ്പ് ചെയ്ത് വെച്ച് തരുമ്പോലോ തരുമോ രാഷ്ന? തന്നു ഒരു പ്രാവശ്യം, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒന്നും പറയല്ല ഗൈസ്. അടിപൊളിയാണ് എന്ന് പറയുന്നു ചേട്ടൻ. അപ്പോൾ പിന്നെ അടിപൊളിയായിരിക്കുമല്ലേ? ചുമ്മാ ഒന്നും പറയില്ല. സൂപ്പറാന്നെങ്കിൽ സൂപ്പറാന്ന് പറയും. വായിലിട്ടങ്ങ് അലിഞ്ഞു പോകുമെന്ന്. ഇതിപ്പോൾ ഞാൻ എത്രണ്ണം വെച്ചാക്കേണ്ടി വരും? ഒരു 10-20 എണ്ണം വെച്ചാക്കേണ്ടി വരുമല്ലായിരിക്കും. അലിഞ്ഞില്ലാതാവുന്നു. ഓക്കെ, ടാറ്റാ.